Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ലെയർ ആയിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായ പഫ് ഷീറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോയും പിന്നെ അത് ഉപയോഗിച്ച് നല്ലൊരു ബേക്കറി സ്റ്റൈലിലെ മുട്ട പഫ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോയുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇപ്പോൾ റമദാനൊക്കെ വരില്ലേ, അപ്പം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന കാലമാണല്ലോ. ആ സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ആദ്യം തന്നെ നമുക്ക് പഫ് ഷീറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തോടെ നന്നായിട്ടൊന്ന് ഇത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈവച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പഫ്സിന് അധികം ഓയിലും ബട്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ലെയർ ആയിട്ടുള്ളതുമായിട്ടുള്ള പഫ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലൊരു സോഫ്റ്റായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയിട്ട് പഫ് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോർ ഒരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. ഇനി മാവ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരുപോലുള്ള ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ഓരോ പീസസ് എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഏകദേശം ഒരു പൂരിനേക്കാളും കുറച്ച് ചെറുതായിട്ടുള്ള ബോൾസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. മാവൊക്കെ ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 5 ലെയറുള്ള ഷീറ്റാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി 5 ബോൾസ് എടുക്കാം. ഇത് ഓരോന്നായിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു പൂരിക്ക് വേണ്ടി നമ്മൾ പരത്തുന്ന ആ വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. അങ്ങനെ 5 ഷീറ്റും പരത്തിയെടുക്കാം. ഇനി ഈ പരത്തി വെച്ച ഷീറ്റിനെ ലേസാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യമായിട്ടൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കോൺഫ്ലോർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് വേറൊരു ഷീറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത ലെയർ ഷീറ്റും കൂടി വെച്ച് അതിലും ഒന്ന് ബട്ടറൊക്കെ ബ്രഷ് ചെയ്ത് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ലാസ്റ്റ് ലെയർ ഷീറ്റും കൂടി വെച്ചെടുത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് വലുതായി കിട്ടും. ഞാനിവിടെ വലുതായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി ഈ ഷീറ്റിനെ 4 പീസസായി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷീറ്റ് കൊണ്ട് 4 പഫ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. 5 ലെയറുള്ള ഷീറ്റാണിത്. അപ്പോൾ ഇതൊന്ന് ബേക്കായി വരുമ്പോൾ നല്ല ലേസായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് പഫ്സ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇനി ഇതുപോലെ മറ്റുള്ള ബോൾസൊക്കെ ഒന്ന് പരത്തി ഷീറ്റാക്കി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ബോൾസൊക്കെ പരത്തി ഷീറ്റുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതെങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷീറ്റുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ഓരോ ഷീറ്റിൻ്റെയും മുകളിലേക്ക് ഓരോ പീസ് ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഫ്രിഡ്ജിൽ 1 മാസത്തോളമൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്തെടുത്ത് പുറത്ത് വെച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ പഫ്സ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഓയിലിലേക്ക് ഒരു 4 ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഉള്ളിലേക്ക് ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും പച്ചമുളകൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ട പഫ്സിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷീറ്റിലേക്ക് കുറച്ച് മസാലയും എഗ്ഗൊക്കെ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഷീറ്റിൻ്റെ മുകളിലേക്ക് ആദ്യം തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 പകുതി ഒരു ഹാഫ് എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പഫ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ഓരോ ഷീറ്റും ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഇവിടെ ഞാനൊരു എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ഒരു ബ്രഷ് കൊണ്ട് എഗ്ഗിൽ മുക്കി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓവൻ തന്നെ വേണമെന്നില്ല. ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പഫ്സൊക്കെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സാണ്. ഇതിനി ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ലേസ് ആയിട്ടുള്ള പഫ് ഷീറ്റും ക്രിസ്പി ആയിട്ടുള്ള പഫ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.